വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി ബിഗ് ബോസ് ഹൌസിൽ ഇപ്പോ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സിബിനും ജാസ്മിനും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ജാസ്മിൻ നന്ദനയോട് എന്തോ പറയുന്നു. നിനക്ക് പറ്റുന്നത് ചെയ്താൽ മതി, അങ്ങനെ ജാസ്മിൻ പറയുമ്പോ സിബിൻ ഇടപെടുകയാണ്. സിബിനും ജാസ്മിനുമായിട്ട് അങ്ങനെ ഒരു തർക്കം ഉണ്ടാവുന്നു. ഇതിനുശേഷം നേരെ ബാത്റൂമിലൊക്കെ പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണാൻ പറ്റുന്നത്. സിബിനുമായിട്ടുള്ള സംസാരം മാത്രമായിരിക്കണം ജാസ്മിന്റെ കരച്ചിലിന് പിറകിൽ തോന്നുന്നില്ല. ജാസ്മിന്റെ പുറത്തുള്ള വീട്ടുകാരുടെ അവസ്ഥയും ഇന്ന് വീക്കെൻഡ് ആണ്, ലാലേട്ടൻ വരും, എന്താവും അറിയില്ല, അങ്ങനെ കുറെ ടെൻഷൻസും വൈൽഡ് കാർഡ് എൻട്രീസും വന്നപ്പോ തൊട്ടുള്ള കുറെ പ്രഷറും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കരഞ്ഞു തീർക്കുകയാണ് ജാസ്മിൻ. ഇത് കണ്ട് ബിഗ് ബോസ് ജാസ്മിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്നിട്ടും ഇരുന്ന് പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. ബിഗ് ബോസ് കുറെ ആശ്വാസ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോ തൊട്ട് ആ വീട്ടിൽ ശരിക്കുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തരും മറ്റുള്ളവരുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനെ അടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണോ ഇതിലൊന്നും തളരാതെ അവസാനം വരെ മനക്കരുത്തോടു കൂടി നിൽക്കുന്നത്, ബ്രില്യന്റ് ആയി കളിക്കുന്നത്, അയാൾ തന്നെ കപ്പ് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസവും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഗബ്രി എടുത്ത്, എനിക്ക് ഈ ഷോയിൽ പറ്റുന്നില്ല, എനിക്കിനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞും കരയുന്നുണ്ടായിരുന്നു. എന്തായാലും മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടു നോക്കാം.